ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ, വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങൾ അല്ലെ. നമുക്ക് ചലിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരാളിങ്ങനെ മൂവ് ചെയ്ത് പോകും അല്ലെ, ഒരാളിങ്ങനെ എന്തെങ്കിലും ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചലിക്കുക എന്ന് പറയും. പക്ഷെ നമ്മൾ അറിയണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻസ് ആർ ദർ അല്ലെ. സോ നമുക്ക് 6ാം ക്ലാസ്സുകാർക്ക് പലതരത്തിലുള്ള ചലനം പഠിക്കാനുണ്ട് അല്ലെ. സോ അതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുള്ള സാധനങ്ങൾ മാത്രം പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പിരിയാം. അപ്പൊ ഞാൻ പറയുന്നു, ഈ ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ മോഷൻസിന് ഏതൊക്കെ ടൈപ്സ് ആണെന്ന് മാത്രം പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. മറക്കണ്ട, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. അപ്പൊ എക്സാംസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു എന്താ പറയാ, നമ്മൾ കയ്യിൽ ഒരു സാധനം എടുത്തിട്ട് ഒരു കല്ല് കെട്ടിയ കയർ ഇങ്ങനെ കറക്കുകയാണെങ്കിൽ മക്കളെ നമുക്ക് പറയാം എന്താണ്, സ്വിൽഡിങ് എ സ്റ്റോൺ ടൈഡ് ടു എ റോപ്പ് അല്ലെ. ഒരു കയറിൽ കെട്ടിയിട്ടുള്ള നമ്മൾ ഒരു കല്ലിങ്ങനെ കറക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് എന്തായിരിക്കും, ഒരു സർക്കുലാർ മോഷൻ ആയിരിക്കും അല്ലെ. അത് റൗണ്ടായി കറങ്ങൂലേ, റൗണ്ടായി ഇങ്ങനെ കറങ്ങൂലേ, ശരിയാണ്. ഇനിയോ ഇങ്ങോട്ട് നോക്കടാ, ഒരു ടോയ് ട്രെയിൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കറങ്ങുക, അതിന്റെ പാളത്തിലൂടെ കറങ്ങുക അല്ലെ. അതിന്റെ പാളത്തിലൂടെ ടോയ് ട്രെയിൻ കറങ്ങുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ടോയ് ട്രെയിനിന്റെ മോഷൻ എന്തായിരിക്കും, സർക്കുലാർ മോഷൻ ആയിരിക്കും. സിമിലർലി നോക്കടാ, എ റൊട്ടേറ്റിംഗ് ടോപ്പ്, എന്താ ടോപ്പ് എന്ന് പറഞ്ഞാൽ പമ്പരം അല്ലെ. പമ്പരം കറങ്ങുമ്പോൾ അതിന്റെ സ്വന്തം ആക്സിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും, അത് കറങ്ങും. റെഡി അല്ലേ, ഓക്കെ അല്ലേ. സോ എന്തായിരിക്കും, അതൊരു ഭ്രമണമായിരിക്കും. സ്വയം ആക്സിൽ നിന്നുകൊണ്ട് കറങ്ങുകയാണെങ്കിൽ ഭ്രമണം അല്ലെ, റൊട്ടേഷൻ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു മോഷൻ ഉണ്ട്, ഏതാണ്, യെസ്, ഈ ദ വീൽ ഓഫ് എ വെഹിക്കിൾ റൊട്ടേഷൻ. ഇവിടെ എന്റെ ആക്സിസ് ഉണ്ട്, ആ ആക്സിസ് എന്താണ്, അതിങ്ങനെ കറങ്ങല്ലേ അല്ലെ. അപ്പൊ നമുക്ക് പറയാം എന്താണ്, അതും ഒരു ഭ്രമണമാണ്. അതും ഈസ് എൻ എക്സാമ്പിൾ ഫോർ റൊട്ടേഷൻ, ഭ്രമണം. സിമിലർലി ഇനി ലീനിയർ മോഷൻ, ലീനിയർ മുകളിലേക്കും താഴേക്കും നേർരേഖാചലനം അല്ലെ. അല്ലെങ്കിൽ ഒരു സ്കെയിൽ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വരക്കുകയാണ് സ്കെയിൽ വെച്ചിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നേർരേഖ കിട്ടൂലേ, സ്കെയിൽ വെച്ചിട്ട് വരച്ചുമ്പോൾ ഒരു നേർരേഖ കിട്ടൂലേ. സിമിലർലി അതൊക്കെ നേർരേഖാചലനത്തിന് എക്സാമ്പിൾ ആണ്. സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് മോഷൻ നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഒരു വസ്തുവിന്റെ നേർരേഖയിൽ ചലനമാണ് നേർരേഖാചലനം. നേർരേഖയിൽ ചലിക്കുകയാണെങ്കിൽ നേർരേഖാചലനം. എക്സാമ്പിൾ എന്താണ്, ലിഫ്റ്റ് അല്ലെ, ലിഫ്റ്റ് പറയാം. അല്ലെങ്കിലോ ഒരു സ്കെയിലും പെൻസിലും വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്ന വര, നേർരേഖയല്ലേ. ഇനിയോ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അല്ലെ. ഫോർ എക്സാമ്പിൾ ഭൂമി എന്ത് ചെയ്യുന്നു, സ്വന്തം ആക്സിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങുന്നില്ലേ. ഓക്കെ, ഇനിയോ വൃത്താകാരമായ പാതയിലൂടെ ചലിക്കുന്ന ചലനമാണ് മക്കൾ എന്താ പറയാൻ പറ്റുക, സർക്കുലർ മോഷൻ. വൃത്താകാരമായ പാതയിലൂടെ ചലിക്കുന്ന ചലനത്തിന് എക്സാമ്പിൾ ആണ്. റെഡി അല്ലേ, ക്ലിയർ അല്ലേ. നോക്കാം ഇനി മറ്റൊരു മോഷൻ മക്കളെ, ദോലനം. നമ്മള് ഊഞ്ഞാലാടാറില്ലേ, ഊഞ്ഞാല് അല്ലേ, ഒരു ഊഞ്ഞാല്. ആ ഊഞ്ഞാലാടുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് എത്തും, അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തും അല്ലേ. അതെ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആ ടു ആൻഡ് ഫ്രോ ബോത്ത് സൈഡിലേക്കും ചലിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, അതൊരു എക്സാമ്പിൾ ആണ്. എന്തിനുള്ള എക്സാമ്പിൾ ആണ്, യെസ്, ദോലനം എന്ന് പറയും. എന്താ വാക്ക്, ദോലനം, അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് ഇംഗ്ലീഷ് പറയാം, ദോലനം. ഓക്കെ, സോ ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്ക് ചലിക്കുന്നതാണ് മക്കളെ എന്താണ്, ദോലനം എന്ന് പറയാൻ പറ്റും. ദോലനം ക്ലിയർ അല്ലേ. ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ദോലനം. ഓക്കെ അല്ലേ. നോക്കടാ, അതായത് ഈ ഒരു വസ്തു ഉണ്ട്, ഈ വസ്തു എന്ത് ചെയ്യാണ്, ഊഞ്ഞാൽ ചലിക്കും പോലെ ഇങ്ങോട്ട് പിടിച്ചു വിട്ടാൽ എന്ത് ചെയ്യും, ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കൂലേ, എന്ത് പറയാം, ദോലനം എന്ന് പറയാം. റെഡി അല്ലേ, ഓക്കെ അല്ലേ. ഈ ദോലനം വളരെ വേഗത്തിലാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ വളരെ വേഗത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിനെ നമുക്ക് കമ്പനം എന്ന് പറയാം, അഥവാ വൈബ്രേഷൻ എന്ന് പറയാം. ഫാസ്റ്റ് ഓസിലേഷൻസ് ആർ റെഫേർഡ് ടു ആസ് വൈബ്രേഷൻസ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം, കമ്പനം എന്ന് പറയാം. ഇനി ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ഓസിലേറ്ററി മോഷൻ, അഥവാ നമുക്ക് പറയാം ദോലനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്, എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാം. വൈബ്രേഷൻ ഈസ് എ ഫാസ്റ്റ് ഓസിലേഷൻ, വളരെ വേഗത്തിൽ അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള എന്താ പറയാ ദോലനമാണ് എന്ത്, കമ്പനം എന്നത്. ശരിയാണല്ലേ. കാരണം കമ്പനം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലുള്ള ദോലനമാണ്. ഇനി മോഷൻ ടുവാർഡ്സ് വൺ ഡയറക്ഷൻ ബേസ്ഡ് ഓൺ എ മീൻ പൊസിഷൻ. ഒരു തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഒരു ഭാഗത്തേക്ക് മാത്രം, ഇങ്ങോട്ടേക്കില്ല, ഒരു ഭാഗത്തേക്ക് മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ ദോലനം എന്ന് പറയോ, ശരിയല്ല. വൺ ഡയറക്ഷൻ ആണോ, അല്ലടാ, വൺ ഡയറക്ഷൻ അല്ല. സോ ബോത്ത് ഡയറക്ഷൻ എന്നല്ലേ ശരിയാവുള്ളൂ, അതുകൊണ്ട് തെറ്റാണ്. മോഷൻ ടുവാർഡ്സ് ബോത്ത് ഡയറക്ഷൻസ് ബേസ്ഡ് ഓൺ എ മീൻ പൊസിഷൻ. ഒരു മധ്യബിന്ദുവെ അല്ലെങ്കിൽ ഒരു തുലന സ്ഥാനത്തെ ഒരു മീൻ പൊസിഷൻ അടിസ്ഥാനമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. ശരിയാണല്ലേ. ഇനിയോ ആൾ ഓസിലേറ്ററി മോഷൻസ് ആർ വൈബ്രേഷൻസ്. ശരിയാണോ. വൈബ്രേഷൻ എന്നാൽ വളരെ വേഗത്തിലുള്ള ദോലനമാണ് എന്ത്, വൈബ്രേഷൻ.
പക്ഷെ എല്ലാ ദോലനവും വൈബ്രേഷൻ ആണോ? അല്ല. ദോലനം എന്ന് പറയുമ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ 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 മെല്ലെ പോവുകയാണെങ്കിലും ദോലനമാണ്, ഓസിലേഷൻ ആണ്. പക്ഷെ വളരെ വേഗത്തിൽ പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും അത് വൈബ്രേഷൻ അല്ലേ? സോ ഇത് തെറ്റാണ് അല്ലേ? തെറ്റാണ്. റെഡി അല്ലേ? ഓക്കെ ആണ്. എന്നാൽ എല്ലാ വൈബ്രേഷനും എന്തായിരിക്കും? ദോലനമായിരിക്കും. ആൾ വൈബ്രേഷൻസ് ആർ ഓസിലേഷൻസ് ബട്ട് ആൾ ഓസിലേഷൻസ് ആർ നോട്ട് വൈബ്രേഷൻസ്. എല്ലാ കമ്പനങ്ങളും ദോലനങ്ങളാണ്, പക്ഷെ എല്ലാ ദോലനങ്ങളും കമ്പനങ്ങളല്ല. ശരിയല്ലേ? സോ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇതാണ് മക്കളെ നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും എല്ലാമായി നമുക്ക് ഇനിയും വരാം. ഷോർട്ടായ 5 മിനിറ്റിന്റെ വീഡിയോ ആണിത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ മോഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ടൈപ്സ് മോഷൻ ആണുള്ളത്, അതിന്റെ എക്സാമ്പിൾസ് എന്താണ്, അവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം എന്ന് മനസ്സിലായില്ലേ? സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എൻജോയ് ചെയ്ത് പഠിക്കുക, അടിപൊളി പഠിക്കുക. ഗുഡ് ബൈ.